എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് മാർച്ച് 17-ാം തീയതി തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ചയുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഗണിതശാസ്ത്രമാണ്. അപ്പോൾ രാവിലെ 9:30 മുതൽ 12:15 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ നടക്കുക. അതായത് 2.5 മണിക്കൂറാണ് പരീക്ഷയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ രാവിലെ 9 മണിക്ക് തന്നെ നേരത്തെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ലൈറ്റായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ലേറ്റ് ആയതുകൊണ്ടുള്ള ടെൻഷൻ കാരണം ചിലപ്പോൾ പഠിച്ചതൊക്കെ മറക്കാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ മാത്സ് ആയതുകൊണ്ട് തന്നെ പഠിച്ച ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മറന്നുപോയി കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നേരത്തെ, അതായത് 9 മണിക്കേക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:15 വരെ 2.5 മണിക്കൂറാണ് ഈ ഒരു ഗണിതശാസ്ത്രത്തിൻ്റെ പരീക്ഷയുള്ളത്. അതുപോലെ തന്നെ 80 മാർക്കിലാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികൾ എത്ര മാർക്ക് ഈ ഒരു പരീക്ഷയിൽ ജയിക്കാനായിട്ട് വേണം എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ജയിക്കുക എന്നുള്ളത്. അതായത് ജയിക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ജയിക്കാനായിട്ട് ഒരു D+ ഗ്രേഡ് കിട്ടിയാൽ മതി. D+ കിട്ടിയാൽ നിങ്ങൾ ജയിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം ഒരു D+ ആവരുത്. ഒന്നുകിൽ ഒരു B+ അല്ലെങ്കിൽ ഒന്നുകിൽ A ഗ്രേഡ് എങ്കിലും ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു A+ എങ്കിലും നേടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ചില വിദ്യാർത്ഥികൾ 10 മാർക്ക് കിട്ടുന്ന രീതിയിൽ മാത്രം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാവിധ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ജസ്റ്റ് ഒരു 10 മാർക്ക് കിട്ടിക്കാൻ നിങ്ങൾ ജസ്റ്റ് പാസ്സാവും, എന്നാൽ നിങ്ങൾക്ക് D+ ഗ്രേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് നന്നായിട്ട് ഇപ്പോൾ പഠിക്കുക. അതായത് ഇന്ന് വ്യാഴാഴ്ച ബുധനാഴ്ചയാണ്. അപ്പോൾ ഇനി വ്യാഴം, വെള്ളി, ശനി, ഞായർ ഇങ്ങനെ 4 ദിവസത്തോളം നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തി നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് മാത്സ് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ അതായത് ഒരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുക. അതായത് പ്രോബ്ലംസ് ഒക്കെ കൃത്യമായിട്ട്, അതായത് കണക്കും കാര്യങ്ങളൊക്കെ, അതുപോലെ ഓരോ കണക്കിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് പഠിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് തന്നെ പരീക്ഷ ഹാളിൽ നിന്ന് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നന്നായിട്ട് പഠിക്കുക. കാരണം ഈ ഒരു പരീക്ഷ കഴിഞ്ഞ ശേഷം പിന്നീട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ കോഴ്സും കാര്യങ്ങൾക്കൊന്നും പിന്നീട് കുറച്ച്, അതായത് 1 മാസത്തോളം 2 മാസത്തോളം പഠിക്കേണ്ടതായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നന്നായിട്ട് പരീക്ഷ എഴുതി, അതായത് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു B+ അല്ലെങ്കിൽ A ഗ്രേഡെങ്കിലും മിനിമം കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. കാരണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു SSLC പരീക്ഷയ്ക്ക് ഈ വർഷം തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഗണിതശാസ്ത്രത്തിന്, അതായത് ഗണിതശാസ്ത്രത്തിന് നിങ്ങൾക്ക് ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്ക് വേണം, അതുപോലെ തന്നെ A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് A+ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ, അതായത് ഈ ഒരു എഴുത്ത് പരീക്ഷയിൽ, അതായത് ഈ ഒരു മാത്സിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് 70 മുതൽ 80 വരെ മാർക്ക് കിട്ടിയാൽ CE കൂട്ടാതെ 70 മുതൽ 80 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ A+ കിട്ടും. അതുപോലെ തന്നെ 60 മുതൽ 69 വരെ മാർക്ക് കിട്ടിയാൽ A ഗ്രേഡ്, അതുപോലെ 50 മുതൽ 59 വരെ മാർക്ക് കിട്ടിയാൽ B+ ഗ്രേഡ്, 40 മുതൽ 49 വരെ മാർക്ക് കിട്ടിയാൽ B ഗ്രേഡും, 30 മുതൽ 39 വരെ മാർക്ക് കിട്ടിയാൽ C+ ഗ്രേഡും, 20 മുതൽ 29 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ C ഗ്രേഡും, അതുപോലെ തന്നെ 10 മുതൽ 19 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ D+ ഗ്രേഡും, അതുപോലെ 1 മുതൽ 9 വരെ മാർക്ക് കിട്ടിയാൽ D ഗ്രേഡ്, അതുപോലെ 1-ന് താഴെയാണെങ്കിൽ E ഗ്രേഡ്. ഈ ഒരു DO EO കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കുന്നതാണ്. D+ ആണ് മിനിമം ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്. മിനിമം എന്ന് പറയുമ്പോൾ ഒരു 10 മാർക്ക് കിട്ടിയാൽ 20 CE ഉൾപ്പെടെ നിങ്ങൾക്ക് 30 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പരീക്ഷ D+ കിട്ടിയിട്ട് ജയിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഫുൾ CE കിട്ടണമെന്നില്ല. ചിലപ്പോൾ 19 മാർക്കൊക്കെ ആയിരിക്കും CE കിട്ടുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഒരു 11 മാർക്കെങ്കിലും വാങ്ങിച്ചാലാണ് ഈ ഒരു D+ കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് നിങ്ങൾ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അതായത് ഒരു 60 മാർക്കെങ്കിലും മിനിമം എഴുത്ത് പരീക്ഷയിൽ നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു A ഗ്രേഡെങ്കിലും മിനിമം കിട്ടുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അതുപോലെ സമാന്തര ശ്രേണിയുടെ അതൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് കുറച്ച് മാർക്കൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് മാത്സ് പഠിച്ചിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 100 മാർക്കിൽ നിങ്ങൾക്ക് CE ഉൾപ്പെടെ 20 മാർക്ക് CE കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് ഉൾപ്പെടെ എത്ര മാർക്ക് നേടണം എന്ന് നോക്കാം. അപ്പോൾ 90 മുതൽ 100 വരെ മാർക്ക് കിട്ടിയാലാണ് A+ ഈ ഒരു CE ഉൾപ്പെടെ മാർക്ക്, 20 മാർക്ക് CE കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക്, അതുപോലെ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് കൂടി ടോട്ടൽ കൂട്ടുമ്പോൾ 90 മുതൽ 100 വരെ കിട്ടിയാൽ A+, 80 മുതൽ 89 വരെ കിട്ടിയാൽ A ഗ്രേഡ്, അതുപോലെ 70 മുതൽ 79 വരെ കിട്ടിയാൽ B+, 60 മുതൽ 69 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ B ഗ്രേഡ് ആണ് കിട്ടുക. അതുപോലെ 50 മുതൽ 59 വരെ ഈ ഒരു
C+ ഗ്രേഡും 40 മുതൽ 49 വരെ C ഗ്രേഡാണ് കിട്ടുക. 30 മാർക്ക് മുതൽ 39 വരെ മാർക്ക് കിട്ടാൽ D+ ഗ്രേഡ് കിട്ടും. അപ്പോൾ ഈ ഒരു D+ വരെയാണ് ജയിക്കുക. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് DO EO കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് SSLCയുടെ സേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ സേ പരീക്ഷ എഴുതുന്നതിൽ നല്ലത് ഈ ഒരു പരീക്ഷ എഴുതി നിങ്ങൾ ജയിക്കുന്നതായിരിക്കും. കാരണം ഈ ഒരു സേ പരീക്ഷയുടെ റിസൾട്ടൊക്കെ വരുമ്പോഴേക്കും +1 അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കും. പിന്നീട് നിങ്ങൾക്ക് +1ൻ്റെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനാണ് ഈ ഒരു ഓപ്ഷൻസ്, അതായത് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു 80ൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, അതായത് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ ഒരു 60 മാർക്കെങ്കിലും മിനിമം നേടാൻ ശ്രദ്ധിക്കുക. അതും പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു 50 മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയെങ്കിലും, അതായത് കൂടുതൽ മാർക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അതുകൊണ്ട് ഉപകാരമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.